കണ്ടോ, നമ്മൾ ഫസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് വറുത്തത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ചിക്കൻ ഫ്രൈ ആക്കാനായിട്ടുള്ള മസാല പറ്റി വെച്ചിരിക്കുന്നതാണിത്. ചിക്കൻ്റെ പീസ് കഴുകി നീറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, വേപ്പില ഇത്രയും എടുത്തിട്ട് നന്നായി രണ്ട് നാരങ്ങ പിഴിഞ്ഞിട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതൊരു കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. മസാല പുരട്ടി 1.5 മണിക്കൂർ വെച്ച ശേഷം അതിലേക്ക് കോൺഫ്ലവർ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുരട്ടി വച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് എണ്ണ തെറിക്കാതെ ഇടുക. തീ കുറച്ച് വെക്കണം. ഇതിന് കൂടുതൽ തീയിലിരുന്ന് കഴിഞ്ഞാൽ അത് മേത്തൊക്കെ എണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ തീയിൽ വെച്ച് വേവിക്കുക. കൂടുതൽ വശം മൊരിയാനും ചാൻസ് ഉള്ളതുകൊണ്ട് നേരെ തീയിൽ വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. കണ്ടോ, നേരി തീയിലിരുന്ന് ആവട്ടെ. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ ഡീപ്പായിട്ട് മൊരിയേണ്ട ആളുകൾക്ക് ഡീപ്പായിട്ട് മൊരിക്കാം. അല്ലാത്തവർക്ക് ഒരു ചെറിയതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് മറിച്ചിടാം. കണ്ടോ, അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ കോൺഫ്ലവർ അങ്ങനെയുള്ള പൊടികളിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓയിലിൽ കരട് അധികം ഉണ്ടാവില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞ് കിടക്കില്ല. അത് അങ്ങനെ അധികം ഉണ്ടാവില്ല.